ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അഗ്രിമാസ് ഡ്രീം വേൾഡ്. ഇന്ന് അമ്മ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിനി. അപ്പം അമ്മ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഋഷാക്ക് ബിരിയാണി ഇഷ്ടാ? നമുക്ക് ബിരിയാണി കഴിച്ചാലോ. കഴുകി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിനെ. ഇതിലെന്താ ചേർത്തേ? ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്. അപ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതാണ് നമ്മൾ ചേർത്തത്. കുറച്ച് കോൺഫ്ലവറും പിന്നെ ഒരു മുട്ട മതിയാ. ഒരു മുട്ടയാ ചേർത്തത്. അങ്ങനെ നമ്മൾ കുറച്ച് സിർക്ക ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ആക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ആക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇതെന്നാ ഋഷുവേ സംഭവം? ഋഷാവേല ഇരിക്കുന്നു. തടുപ്പേന്റെ മേലെയാ. ഒറ്റക്കന്നെ മൂലയിരുന്ന് കളിക്കുകയെന്ന് ആരുമില്ല കളിക്കാൻ. അയ്യോ, ഇങ്ങനെ ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ മിക്സ് ആക്കി വെക്കണം. എന്നാൽ ഈ അരവെല്ലാം ഈ ചിക്കനിലേക്ക് നല്ലോണം പിടിക്കൂലൂ. നെയ്ച്ചോറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചിക്കൻ ഓരോന്നോരോന്ന് വെക്കുകയെന്ന് എനിക്ക് ചെറിയ മൈഡി. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കാം. ചിക്കൻ അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞ ഉള്ളി ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. വേണമെങ്കിൽ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നതിന് മുമ്പേ അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റിയിട്ടെടുക്കുക. പക്ഷെ നമ്മളിതിൽ ചേർത്തിട്ടില്ല. കാരണം ഇത് സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി അല്ലേ. അപ്പോൾ അതൊന്നും ചേർക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞിനി. പിന്നെ നമുക്ക് ഇഷ്ടമല്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ഇടുന്നത്. ചിക്കൻ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ചേർക്കാം. പച്ചമണം നന്നായി മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായി എരിഞ്ഞ് ഉള്ളി ചേർക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഇത് നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. ഇതിന്ന് കുറച്ച് ഉള്ളി എടുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ മസാലയുടെ തിട്ടിനി. ഇത് അമ്മ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്, തൽക്കാലത്തേക്ക് ആക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർക്ക് ഇത്രയും സമയം ഇതിൽ കുറേ ഉള്ളി ഉണ്ടായിനി. ഇപ്പം പെട്ടെന്ന് ഉള്ളി കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നെയ്ച്ചോറിന് വെച്ച ഉള്ളിയിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടു. ഇനി നമ്മളതിലേക്ക് നെയ്ച്ചോറ് അരി ചേർത്തു. ഇതിലേക്ക് 1 കിലോ കൈമ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കി.
ഇനി നമുക്ക് ഈ മസാലയ്ക്ക് നേരത്തെ മാറ്റി വെച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളിയിലൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്തിട്ടു എണ്ണയിൽ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കൂടെ കുരുമുളക് പൊടിയും പിന്നെ ബിരിയാണി മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അരിയിലേക്ക് തിളപ്പിച്ച വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന ക്രമത്തിൽ നമ്മൾ ഒഴിച്ചത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്തിനി. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലിട്ടിനി. 1 വിസിൽ വരുന്നവരെയാണ് വെക്കേണ്ടത്. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നെയ്ച്ചോറുമായി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇനി ചിക്കൻ മസാലയിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ മസാല റെഡിയായി. നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ ആദ്യം നെയ്ച്ചോറ്, എന്നിട്ട് ചിക്കൻ്റെ മസാല, എന്നിട്ട് ആദ്യം നെയ്ച്ചോറ്, എന്നിട്ട് ചിക്കൻ്റെ മസാല, അങ്ങനെയാണ് വെച്ചത്. അത് ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയി. അങ്ങനെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായ ചിക്കൻ ബിരിയാണി റെഡിയായിരിക്കുന്നതാണ്. അങ്ങനെ ഞാനൊരു പാത്രത്തിൽ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അങ്ങനെ കുറച്ച് ഋഷാവക്ക് വായിലും വെച്ച് കൊടുത്തു. ഋഷാവക്ക് നല്ല ഇഷ്ടമായി. താങ്ക്സ് ഫോർ വാച്ചിങ്.